സെക്ഷൻ എ, ക്വസ്റ്റൻ നമ്പർ 8. ഫ്രം ദ ഫിഗേഴ്സ് ഗിവൺ ബിലോ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ട്രൂ അബൌട്ട് ദ മെഷേഴ്സ് ഓഫ് ആംഗിൾ പി. ഇവിടെ രണ്ട് ട്രയാങ്കിൾ തന്നിട്ടുണ്ട്, അതിൻ്റെ സൈഡ് ലെങ്ത് തന്നിട്ടുണ്ട്. നമുക്ക് സൈഡ് ലെങ്ത് വെച്ചിട്ട് ഈ രണ്ട് ട്രയാങ്കിളും സിമിലർ ആണോ ചെക്ക് ചെയ്യാം. അപ്പോൾ അതിൻ്റെ റേഷ്യോസ് ആദ്യം പ്രൊപ്പോർഷൻ ആണോ നോക്കാം. എ ബി ഈക്വൾ ടു 3.8 തന്നിട്ടുണ്ട്, എ സി ഈക്വൾ ടു 3√3 ആണ്, ബി സി ഈക്വൾ ടു 6 ആണ്. അതുപോലെ ആർ ക്യൂ ഈക്വൾ ടു 7.6, പി ആർ ഈക്വൾ ടു 6√3, ആർ ക്യൂ ഈക്വൾ ടു 12. നമുക്ക് ഇതിൻ്റെ റേഷ്യോ എടുത്തത്, അതായത് എ ബി ബൈ ആർ ക്യൂ ഈക്വൾ ടു 3.8/7.6, ദാറ്റ് ഈസ് 1/2. അതുപോലെ എ സി ബൈ പി ആർ ഈക്വൾ ടു 3√3/6√3, ദാറ്റ് ഈസ് ഈക്വൾ ടു 1/2 ആണ്. അതുപോലെ ബി സി ബൈ ആർ ക്യൂ ഈക്വൾ ടു 6/12, ദാറ്റ് ഈസ് ഈക്വൾ ടു 1/2. therefore എ ബി ബൈ ആർ ക്യൂ ഈക്വൾ ടു എ സി ബൈ പി ആർ ഈക്വൾ ടു ബി സി ബൈ ആർ ക്യൂ, ദാറ്റ് ഈസ് ഈക്വൾ ടു 1/2. therefore triangle ABC സിമിലർ ടു ട്രയാങ്കിൾ PQR. ഈ രണ്ട് ട്രയാങ്കിളും നമുക്ക് സിമിലർ ആണെന്ന് കിട്ടി. അപ്പോൾ ഈ രണ്ട് ട്രയാങ്കിളിൻ്റെ ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. അപ്പോൾ നമുക്ക് ഈ ആംഗിൾ എത്രയാണെന്ന് ആദ്യം കണ്ടുപിടിക്കാം. ഇൻ ട്രയാങ്കിൾ ABC, ആംഗിൾ A പ്ലസ് ആംഗിൾ B പ്ലസ് ആംഗിൾ C ഈക്വൽ ടു 180. therefore ആംഗിൾ C is equal to 180 minus ആംഗിൾ A plus ആംഗിൾ B, that is equal to 180 minus ആംഗിൾ A is 80, ആംഗിൾ B 60 ആണ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 180 minus 140, ദാറ്റ് ഈസ് ഈക്വൽ ടു 40. ആംഗിൾ C is equal to 40. നമ്മളോട് കണ്ടുപിടിക്കാൻ പോകുന്നത് ആംഗിൾ P ആണ്. ആംഗിൾ C 40 നേടി. ഈ രണ്ട് ട്രയാങ്കിൾ സിമിലർ ആയതുകൊണ്ട് ഇതിൻ്റെ ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. ഫ്രോം ഇക്വേഷൻ 1 get AC by PR equal to BC by RQ. That is angle C will be equal to angle P, since triangle ABC similar to triangle PQR. Angle P equal to angle C. Angle C നമുക്ക് 40 നേടി. therefore angle P is equal to 40. ഈ രണ്ട് ട്രയാങ്കിളും ഈ സൈഡിൻ്റെ റേഷ്യോയും ഈക്വൽ ആണ്. ഈ സൈഡ് റേഷ്യോ ഈക്വൽ ആണ്. അപ്പോൾ ഈ രണ്ട് ആംഗിളും ഈക്വൽ ആയിരിക്കും. അപ്പോൾ ദിസ് ആംഗിൾ ഈസ് ഈക്വൽ ടു ദിസ് ആംഗിൾ. അതായത് ആംഗിൾ C ഈസ് ഈക്വൽ ടു ആംഗിൾ P. ആംഗിൾ P നമുക്ക് 40 നേടി. ആൻസർ ഈസ് C.